എനിക്ക് കേൾക്കണ്ട നിന്റെ ന്യായീകരണം. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. How could you? I can't justify anything. Please, എന്നോടൊന്നും ചോദിക്കരുത്. മീര എന്നെ തിരക്കി വരരുതായിരുന്നു. ഞാൻ ആര് പറഞ്ഞു? നന്ദു, നീ ഒളിച്ചു കളിക്കുക. എന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ വരരുതായിരുന്നു എന്ന്? എന്തിനാ വരാൻ മാത്രം? എനിക്കൊന്നും പറയാനില്ല. അല്ല, പറയണം. പറയാൻ എനിക്കറിയാം നിനക്കുള്ള തുറക്കാൻ കഴിയില്ല. എനിക്ക് കാണണ്ട നിന്നെ. You are a cheat. ചതിയൻ. സ്നേഹം കാണിച്ച് എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഒന്നും തുറന്നു പറയാതെ രക്ഷപ്പെടുക നീ. എന്നെ എവിടെയോ തള്ളി എറിഞ്ഞിട്ട് ഇതാ നിന്റെ ചതി. ഒരു വാക്ക് പറഞ്ഞോ നീ? ഇഷ്ടാന്നൊരു വാക്കെങ്കിലും. എനിക്കറിയാം ഇഷ്ടാന്ന്. പക്ഷെ നീ അത് പറയണം. എന്റെ മുഖത്ത് നോക്കി പറയണം. പറയടാ, പറയാൻ എനിക്കത് കേൾക്കണം. ഒരു വട്ടെങ്കിലും, ഒരു വാക്കെങ്കിലും. ഒരു ഭീനുവിനെ പോലെ കുറിപ്പെഴുതി അവസാനിപ്പിച്ചു നീ കടമ്പ തീർക്കാൻ. എന്തിനാ നീ എന്നെ സ്നേഹിച്ച? ഒരു വാക്ക് പോലും പറയാതെ എന്നെ പറഞ്ഞയക്കാലോ. പറയടാ, പറയാൻ. പൊയ്ക്കോ നീ, പൊയ്ക്കോ. ഞാൻ പോവാ. പക്ഷെ ഒന്നോർത്തോ, you will never see me again. സർ, കീ സർ. റൂമിൽ മോളുണ്ടായിരുന്നല്ലോ. സന്ധ്യക്ക് പോയതാ സാർ, ഇതുവരെ വന്നിട്ടില്ല. എന്താ സാർ? ഒരു ഫ്രഷ് ജ്യൂസ് വേണം. നല്ല ക്ഷീണം. സർ. ഇവളിത് എവിടെ പോയിരിക്കുക? ഇനി സെല്ലെടുത്തില്ലേ? അവനെ ഞാൻ സാർ, എന്താ സാർ? ഇങ്ങോട്ടിരിക്കും. എന്താ സാർ, എന്താ പ്രശ്നം? ഒരു ഗുളിക എടുത്ത ബാഗിലുണ്ട്. ആദ്യം എൻ്റെ മോളെ വിളിക്ക്. സെല്ലിൽ റിങ്ങുണ്ട്, എടുക്കുന്നില്ല. ഈശ്വര, എവിടെ പോയെന്തോ. സാർ, 103 ഗസ്റ്റിന് തല ചുറ്റി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? CI ശ്രീധർ സാറുണ്ടോ? സർ, നമ്മുടെ നമ്പ്യാർ സാർ തല ചുറ്റി വീണു. മോളെ കാണുന്നില്ല, അതാ കാര്യം.
എനിക്ക് അവളെ അറിഞ്ഞൂടെ സാർ. എനിക്കറിയില്ല. ഫോൺ ചെയ്യണം. ഫോൺ നിന്നെ കൊണ്ട് നോക്കട്ടടാ. എനിക്കൊരു ന്യായീകരണം കേൾക്കണ്ട. എന്റെ മോൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ തറവാട്ടിൽ ഇതുപോലെ ഗതികേട് ഉണ്ടായിട്ടില്ല. എപ്പ പറഞ്ഞു വിട്ടതാ? എങ്കിൽ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. അവരെത്തി. മോനെ പോട്ടടാ മക്കളെ. മക്കള് വാ, നീ ഇനി ഇതിന്റെ പേരിൽ ഒന്നിനും പോകണ്ട. ക്ഷമിക്കുക. ക്ഷമിക്കാൻ പറ്റണില്ല എനിക്ക്. അവനാ രാഘവൻ എന്നോട് ഇത് ചെയ്തല്ലോ. എടാ മാധവ, എന്റെ മോളെവിടെ? അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു നീ? ഈ പടി ചവിട്ടിൽ നിന്ന് ഉറപ്പിച്ചിറങ്ങിപ്പോയവനാ ഞാൻ. നിന്റെ പടിക്കൽ വന്ന് നിന്ന് ചോദിച്ചാലേ തരൂന്നാണെങ്കിൽ ഇപ്പൊ ചോദിക്കുക. വിട്ടു താടാ എന്റെ മോളെ. ഇറങ്ങിപ്പോവാൻ പറയില്ല. അങ്ങനെ പറയാൻ ശീലിച്ചിട്ടുമില്ല. എനിക്ക് നോക്കാൻ എന്റെ തറവാടിത്തമുണ്ട്. തറവാടിത്തം ചക്കുറ്റം ഒന്നും എനിക്കറിയണ്ട. ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് നിന്റെ മോൻ അതിക്രമം കാണിച്ചത് ഏത് തറവാടിത്തത്തിന്റെ പേരില? ആട്ടി ഇറക്കിയിട്ടും പ്രേമ സമ്മാനങ്ങളുമായി ഇവനവിടെ കയറി വന്നില്ലേ? അതെന്ത് ആഠ്യത്തിന്റെ പേരില? പറയടാ, എവിടെ എന്റെ മോള്? നീ എന്നെ ചിത്തയാക്കല്ലേ? നീ അങ്ങോട്ട് ചീത്തയാവാനാ? പോലീസിനെ കൊണ്ട് തല്ലിച്ചില്ലേ നീ ഇവരെ? ഞാൻ ഇതുവരെ കൈയറിഞ്ഞ് തല്ലിയിട്ടില്ല എന്റെ മോനെ. നിനക്കറിയാലോ, കാത്തിരുന്ന് വഴിപാടും പ്രാർത്ഥനയും കൊണ്ട് കിട്ടിയതാ എനിക്കിവരെ, എന്റെ ഏക ആശ്രയം. എന്നിട്ടെല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ ചെയ്തല്ലോ. എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ നിനക്ക്? ഇല്ല, ഞാൻ ആരെയും തല്ലാൻ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ആര് ചെയ്യിച്ചു ഇത്? നിന്റെ മോളെ പോലെ തന്നെ എനിക്കും എന്റെ മോൻ ജീവനാടാ. ഈ കുട്ടികൾക്കുമില്ലേ സ്വന്തക്കാര്? പൊന്നു പോലെ വളർത്തിയതാണ് അവരെയും. അവരുടെ അച്ഛനമ്മമാര് വന്ന് എന്നോട് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും ഞാൻ? എല്ലാം ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് കൈ കഴുകുന്നു. ഞാൻ അറിയുന്ന രാഘവന് ഇങ്ങനെ ഒരു മുഖമില്ല. എനിക്കൊന്നും തലേ കയറില്ല. എനിക്ക് എന്റെ മോളെ കിട്ടണം. പോയി അന്വേഷിക്കടാ. ഒപ്പം താമസിപ്പിച്ചിരുന്നില്ലേ ഒരു അമേരിക്കക്കാരനെ? അവന്റെ സംസ്കാരത്തിൽ വിവാഹം കഴിക്കാതെ ഒരു ടൂറൊക്കെ ആവാം. അവൻ കൊണ്ടുപോയി കാണും. എന്താ അങ്കിൾ, എന്താ പ്രശ്നം? എവിടെ എന്റെ മോള്? മീര എവിടെയെന്ന്? ഏയ്, ടെൻസ് ആവില്ല അങ്കിൾ. മീര എവിടെയും പോവില്ല. അന്വേഷിക്കാം. വന്ന ഉടനെ അങ്കിൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോ അവിടെ പോയി നോക്കിയിട്ടാ വന്നേ. പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞു. മീര എവിടെയും പോവില്ല അങ്കിൾ. ഞാൻ ഇന്നലെ കണ്ടിരുന്നു. ഇനി ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞ പോയത്. എന്നിട്ട് കുന്തം മോളെ, അവളെ തൊട്ടുപോരുത്. മോന്തക്കിട്ട് രണ്ടെണ്ണം വെച്ച് തരിക വേണ്ടത്. ഒരു നല്ല തറവാടും സ്വന്തം ആൾക്കാർ ഇവിടെ കിടക്കുമ്പോ പ്രായമായ പെൺകുട്ടി കൊണ്ട് കണ്ട ലോഡ്ജ് പോയി താമസിക്കുക, എന്നിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അടിക്കുക, ഒറ്റക്കിട്ട് ഇറങ്ങിപ്പോവുക. കാശുണ്ടായാൽ മാത്രം പോരുടെ നമ്പ്യാരെ. വിവരം വേണം. തള്ളില്ലാത്ത കുട്ടിയത്. ഇവളുടെ സങ്കടം ആരോട് പറയും? എന്റെ മെന്നെ എന്നാ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? മനസ്സുണ്ടായില്ല. എന്തേ? ഈ കുട്ടിക്ക് തന്റെ മുഖത്തൊക്കെ പേടിയാടോ. എങ്ങോട്ടെങ്കിലും പോയാ മതി എന്നാ എന്റെ മനസ്സിൽ. അനുസരിച്ചില്ലെങ്കിൽ തല്ലില്ലേ താൻ? നട്ട പാതിരയ്ക്ക് ഇതിനെയും കൊണ്ട് ഇറങ്ങാന്ന് കരുതി. ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ ചുരുണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. വിളിച്ചുണർത്താൻ തോന്നിയില്ലടോ. എന്റെ മോളെ ഞാൻ വേദനിപ്പിച്ചു. പോട്ടുക.
നമ്പ്യാരെ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ തനിക്ക്? ഒരു ഊറ്റത്തിന് കിണറ്റി ചാടിയ 4 ഊറ്റത്തിന് കയറാൻ പറ്റില്ലാന്ന്. താൻ ഒരുത്തം കാരണം എന്റെ നന്ദുമോന് ഇവർക്കും തല്ല് കിട്ടിയത് മാത്രം ബാക്കി. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി കയറ്റി വിടറോ എവിടേക്കെങ്കിലും. അച്ചുവാമേ വേണ്ട, ഇനിയൊന്നും പറയണ്ട. അങ്കിൾ, പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിയിട്ടാണ് ഞാൻ വന്നത്. നാളെ ഈവനിങ് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റും. ഇനി കല്യാണത്തിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളെ തീരുമാനിക്കാനുള്ളൂ. അല്ലേ മീര? എന്നാൽ ശരി അങ്കിൾ, വരട്ടെ. മോനെ ഗൗതം, അങ്കിൾ, നമുക്ക് റിസോർട്ടിൽ കാണാം. ഓക്കെ? ആരെയും വേദനിപ്പിക്കണമെന്നില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയി മാധവ. ഞാൻ പോവാ. പൊട്ടടാ. യെസ്, നമ്മുടെ റോങ് നമ്പറിലെ അടുത്ത്. ബെസ്റ്റ് വിഷസ് മീര, രണ്ടുപേർക്കും. ഞാൻ പോവാ. ഇനി എന്നെങ്കിലും കാണാം. ഗൗതം. യെസ്, അതാ എൻ്റെ തീരുമാനം. അവന് കൊടുക്ക്. ഹായ്, റോങ് നമ്പർ. സോറി നന്ദു. നിങ്ങളാ ചേരുക, നിങ്ങൾ തമ്മിൽ ചേരുക. ഓക്കെ, സി യു.